ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ഇവര് സാജു സെബാസ്റ്റ്യൻ. ഓക്കെ ചേട്ടാ, ഇപ്പോൾ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ ഒരു ആരോപണം വന്നിരിക്കുകയാണ്. സ്ത്രീ വിഷയമാണ് വന്നിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇവിടെ ഇനി തുടരാനുള്ള അവകാശമുണ്ട് ഈ പാലക്കാട്? ഒരിക്കലും ഇല്ല. ഇനി അദ്ദേഹത്തിന് ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് അദ്ദേഹം അത് തൊലച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പൊളിറ്റീഷ്യന്മാർക്ക് രാഹുൽ എന്നുള്ള പേര് മാച്ചിങ് എല്ലാം തോന്നുന്നു. പൊളിറ്റീഷ്യന്മാർക്ക് ഈ രാഹുൽ എന്നുള്ള പേര് മാച്ചിങ് അല്ല. അവിടെ ഒരാൾ എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പനി ബാധിച്ചാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇതുപോലൊരു അവസരം കിട്ടി നല്ലൊരു ഏജിൽ കിട്ടിയിട്ട് അതുകൊണ്ട് കൊളാക്കി തൊലച്ചു കൊടുത്തപ്പോൾ എവിടെ ഒരു കുഴപ്പമുണ്ട് അദ്ദേഹത്തിന്? ശരിക്കും ഇത് എന്നോടല്ല ചോദിക്കേണ്ടത് കേട്ടോ. ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്. ഇവിടെ അടുത്തൊരാൾ കോഴിക്കട നടത്തുന്നുണ്ട്. നമുക്ക് അവിടെ പോയി ചോദിക്കാം. കാരണം ഇപ്പൊ ആള് കോഴിയാന്നും പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലാവരും ഇപ്പൊ ഭയങ്കര സംഭവിക്കും ചെയ്തത്. പ്രകടനങ്ങൾ നടത്തി, ഒരുപാട് സംഭവങ്ങൾ നടത്തിയത് കോഴീന്റെ പിക്ചറൊക്കെ വെച്ചിട്ട് കോഴീനെയും കൊണ്ട് നടന്ന് ചെയ്തു. അപ്പൊ ചോദിക്കേണ്ടത് കോഴിക്കടയിൽ പോയി ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ആൻസർ കിട്ടും. അത്ര താറടിച്ച് കാണിക്കാണ് ജനങ്ങൾ അദ്ദേഹത്തിനെ. കാരണം അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചു ആളുകൾ, കോൺഗ്രസ്സുകാർ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ ആളുടെ പഴയ കയ്യിലിരിപ്പ്, കാരണം എത്ര കയറിയാലും അണ്ണാൻ മരം കയറ്റം മറക്കില്ലല്ലോ. ആ ഒരു ക്വാളിറ്റിയാണ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നിഷ്കളങ്കരായ ഈ പാലക്കാട് വന്നിട്ട് ഓസ്മാർട്ട് ആവേണ്ട കാര്യമില്ല. പിന്നെ ആൾക്ക് കിട്ടിയ അവസരം ആള് തൊലയ്ക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ ജനങ്ങള് സാറ്റിസ്ഫൈഡ് അല്ല. ജനങ്ങള് വീണ്ടും അദ്ദേഹത്തെ രാജിവെപ്പിച്ചിട്ട് ഒരു റീ എലക്ഷൻ വരെ വേണമെന്ന് പറയുന്ന ജനങ്ങളും ഉണ്ട്. ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങും എന്നാണ് തോന്നുന്നത് ജനങ്ങളുടെ. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും തന്നെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു പരസ്യ പ്രതികരണം നടത്താനായിട്ട് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് ആറിപ്പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയായിരിക്കും. ആറിപ്പോകുന്നുള്ള പ്രതീക്ഷ ഉണ്ടാവാം. അതിലുപരി അവർക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം അവരുടെ പേരിലും പല ആരോപണങ്ങളും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരൊക്കെ ഒരു ടീമായതില് ഇദ്ദേഹത്തിന് കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് എന്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാരീഡ് അല്ല. ആ മാരീഡ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ കിട്ടിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു ആശ കൊടുത്ത് അല്ലെങ്കിൽ ഒരു വശീകരിച്ച് വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ് ആള് ചെയ്തത്. അതാ ലേഡീസ് ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ട്. പലരും തെളിച്ച് പറയുന്നില്ല, പക്ഷെ ഒരു ലേഡി വ്യക്തമായിട്ട് തെളിച്ച് പറഞ്ഞു. കാരണം ആ ലേഡി അത്ര ഡിസപ്പോയിന്റഡ് ആയതുകൊണ്ടാണ്. അതുപോലെ എത്ര പേരുണ്ടെന്ന് ആർക്കറിയാം? ഒരുപാട് പേരുണ്ടാവാം. ഇനി ആരോപണങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കോഴിക്കളി ആ ലെവലിൽ പോയിട്ടുണ്ട് എന്നാണ് ജനം മനസ്സിലാക്കുന്നത്. നേതാക്കന്മാരും മിണ്ടില്ല. കാരണം അവർക്ക് ഇതിൽ ചെറിയൊരു പങ്കുണ്ടാവാം. അല്ലെങ്കിൽ അവർ പറയേണ്ടതല്ലേ. പാലക്കാടത്തെ ജനങ്ങൾ എത്രത്തോളം പ്രതീക്ഷ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു മോശമല്ലാത്തൊരു രീതിയിലേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിനോട് വിജയിച്ച് പോകാൻ സാധിച്ചത്. അപ്പോൾ പാലക്കാട് ജനങ്ങൾ പൂർണ്ണമായിട്ട് നിരാശരായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇയാളേക്കൊന്നും ഒരുപാടൊന്നും ആളുകൾ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേക ഒരു ഹിഡൻ അജണ്ട വെച്ചുള്ള ഒരു കളിയായിരുന്നു. ആളുടെ ഇലക്ഷൻ ജയിച്ചു നോക്കിയും. അത് ജയിക്കട്ടെ, നമ്മളതിനെ തള്ളി പറയാൻ പറ്റില്ല. ആള് ജയിച്ചു. പക്ഷെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു ആള് ചെയ്തു കൂട്ടിയതെല്ലാം. പ്രതീക്ഷ ഉണ്ടാവില്ലോ. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ പ്രതീക്ഷകളെ എല്ലാം ആള് ചവറ്റുകോട്ടയിലേക്ക് വലിച്ചെറിയാ ചെയ്തത്. ഇദ്ദേഹത്തിന് മറ്റേ രാഹുലിന്റെ കൂടെ വല്ല പട്ടായയിലേക്ക് എവിടേക്കും പോയിരുന്നല്ലോ. നമ്മുടെ മറ്റേ രാഹുൽ ചെയ്യണ പോലെ ആളുടെ പാത പിന്തുടർന്ന് പേരുദോഷം ഇല്ലാണ്ട് എവിടെയും പോയി എന്തെങ്കിലും കാണിച്ചു കൂട്ടേണ്ട മനുഷ്യൻ ഇവിടെ കിടന്ന് നാറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ പൊളിറ്റീഷ്യന്മാർക്ക് ഇടയിൽ രാഹുൽ എന്നുള്ള പേര്, പണ്ട് ഒരു സമയത്ത് ഒരു ലേഡി ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചത്. പിന്നീട് ആ ലേഡിയുടെ പേര് ആരും ഉപയോഗിച്ചിട്ടില്ല. അറിയാലോ അല്ലെ? ഇതൊരു പാട്ടുകാരുടെ സാമ്യമുള്ള പേരാണ് ഷക്കീല അല്ലെ? ആ പേര് പാടുന്ന എന്ന പോലെ നോക്കിക്കോ. ഈ രാഹുൽ എന്നുള്ള പേര് ജനം വെറുത്ത് ഒരു കുട്ടിക്കും ഭാവിയിൽ രാഹുൽ എന്ന പേര് പോലും ഇടില്ല. കാരണം രണ്ട് രാഹുലന്മാരാണ് കിടന്ന് പൂന്ത് വിളയാടി അത്ര ഫൂളിഷ്നെസ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. ജനങ്ങൾക്ക് മടുത്തു. എല്ലാരും ഒരു സൈഡിലേക്ക് വന്ന് അവിടെ ചൂരെവിടെ അല്ലല്ല ആ ഫോട്ടോ ശരിയാക്കുക അശോക.
ഫോട്ടോ എടുക്കട്ടെ. വിഷുവിന്റെ അത് പോയാ മാറും അവിടെ ഫ്രണ്ട് എല്ലാവരും മാറും. കയ്യിൽ പൊട്ടിക്ക്. രാഹുൽ മാങ്കൂട്ടം തുലയട്ടെ. നിങ്ങൾക്കെതിരെ ഉയരുന്നു. പാലക്കാടിൽ പ്രതിഷേധം. കേരള നാടിൻ ജനരോഷം. കേരള നാടിൻ ജനരോഷം. കേരള നാടിൻ ജനരോഷം. ഇല്ല ഇല്ല നടക്കില്ല. രാഹുൽ നടക്കില്ല. പാലക്കാട്ടിൽ തെരുവിലിറങ്ങി. പാലക്കാട്ടിൽ തെരുവിലിറങ്ങി. രാഹുൽ നടക്കില്ല കട്ടായം. രാഹുൽ നടക്കില്ല കട്ടായം. ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്നറിയാമോ? ദേശീയതയുടെ പ്രസ്ഥാനം. ദേശീയതയുടെ പ്രസ്ഥാനം. BJP പറയുന്നു. ഇല്ല ഇല്ല നടക്കില്ല. തെരുവിലിറങ്ങി നടക്കില്ല. ശ്രീലമ്പർ രാഹുലേ. ശ്രീലമ്പർ രാഹുലേ. താക്കീത്. രാജിവായി പുറത്തുപോ. വൈ രാജിവായി. MLA സ്ഥാനം രാജിവായി. രാജിവായി പുറത്തുപോ. ജയ് BJP. പ്രിയമുള്ളവരെ, ശ്രീലമ്പടന് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റൽ ഒഫൻഡറുമായിട്ടുള്ള രാഹുലിനെതിരെയുള്ള ഈ ജനകീയ വിചാരണ ഇവിടെ അവസാനിക്കുന്നു. ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ BJP യുടെ